എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം. മാന്യ ശ്രോതാക്കളുടെ എല്ലാ നല്ല അഭിപ്രായങ്ങൾക്കും വളരെ നന്ദിയുണ്ട്. നിങ്ങളിൽ പലരും ഇത് ഷെയർ ചെയ്യുന്നതിൽ ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. മാന്യ ശ്രോതാക്കളിൽ നിന്നുള്ള പ്രതികരണം പല വിധങ്ങളിലാണ്. എന്നാൽ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ചെയ്ത വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു മാന്യ ശ്രോതാവിൻ്റെ നല്ല ഒരു സംശയം താൻ അതിനകത്ത് ഉന്നയിക്കപ്പെട്ടതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജോബൻ പോൾ എന്നാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്ന് ബൈബിളിൽ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് തൻ്റെ ചോദ്യം. മറിച്ച് ഈ കന്യകയാരാ, ഇത് എപ്പോൾ സംഭവിച്ചതാണ്, ഇത് ഏതാണ് ഈ പുത്രൻ എന്നുള്ളതല്ല തൻ്റെ ചോദ്യം. എങ്കിൽ പോലും തൻ്റെ ചോദ്യത്തിൽ നല്ല ഒരു ആശയശുദ്ധിയുള്ളത് കൊണ്ട്, നല്ലൊരു ശുഭകരമായ ലക്ഷ്യമുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം വചനത്തിൽ നിന്ന് അതിനെ താൻ ചോദിക്കാത്ത ചോദ്യങ്ങൾക്കും പ്രതികരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് അനേകർക്ക് പ്രയോജനം ചെയ്യും. കാരണം ഈ യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്ന കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് തൻ്റെ പേരോടെ പറയുന്നുണ്ട്, ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ആ പേരിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാണ്. എന്നാൽ അതിൻ്റെ 8-ാം അധ്യായം വായിച്ചു വരുമ്പോൾ ഇതേ ഇമ്മാനുവേലെ കുറിച്ച് പറയുന്നുണ്ട്. അത് കൂടുതലായി വചന പരിശോധനയിലൂടെ അതിൻ്റെ മറുപടി നമ്മൾ കണ്ടെത്തുമ്പോൾ നിശ്ചയമായും ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് നല്ലൊരു ഉറപ്പുണ്ടാകും എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. എന്നാൽ മാന്യ ശ്രോതാക്കളിൽ ഏതോ ഒരു സ്നേഹിതൻ പറഞ്ഞു, അധികമൊന്നും വലിച്ചു നീട്ടാതെ ചുരുക്കി പറയാൻ. എനിക്കും അങ്ങനെ ആഗ്രഹമുണ്ട് സ്നേഹിത, പക്ഷെ ഞാൻ പരമാവധി ചുരുക്കി പറഞ്ഞിട്ടാണ് ഇത്രയൊക്കെ ആകുന്നത്. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ആ പറഞ്ഞ സ്നേഹിതന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ഈ വചന പഠനം പ്രാർത്ഥനയോടുകൂടി ഇതിനെ ശ്രവിക്കുന്നവർക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ക്ഷമയോടുകൂടി ഈ വീഡിയോ അവസാനം വരെ കേട്ടാൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും. എല്ലാം ഗ്രഹിക്കാൻ കഴിയില്ലാത്തവർക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഞാൻ സമാനതപ്പെടുത്തി പറയും, ഉദാഹരണമായി പറയും. അത് അവർക്ക് വളരെ പ്രയോജനം ഉണ്ടാകുമെന്നാണ് എൻ്റെ കരുതൽ. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇവിടെ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഇത് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യമായി ഇതിനെക്കുറിച്ച് മറ്റൊരു പഠിപ്പിക്കലുണ്ട്, അത് നമുക്കൊന്ന് വിലയിരുത്താം. അതായത് ഈ യെശയ്യാവിൻ്റെ ഒരു മകൻ്റെ പേരാണ് ഇമ്മാനുവേൽ എന്ന് പറയുന്നു. പക്ഷെ വിശുദ്ധ ബൈബിളിൽ അങ്ങനൊരു മകനെ, ഇമ്മാനുവേലിന് മകനുള്ളതായിട്ട് പറയുന്നില്ല. മറിച്ച് അതിൻ്റെ 8-ാം അധ്യായത്തിൽ ഇമ്മാനുവേൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മകൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം: ഞാൻ പ്രവാചകയുടെ അടുക്കൽ ചെന്നു, അവൾ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട്, അവന് മഹേർ ശാലേൽ ഹാഷ് ബസ് എന്ന് പേർ വിളിക്കുക. ഇവിടെ ആ കുട്ടിയുടെ പേർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും കേട്ടോ, അങ്ങനെ പ്രവാചകരുടെ അടുക്കൽ ചെന്ന് ഗർഭം ധരിച്ചെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു വിശ്വാസത്തിന് യോജിച്ചതാണോ? അത് സത്യസന്ധതയ്ക്ക് യോജിച്ചതാണോ? ഒരു വിശുദ്ധന് യോജിച്ചതാണോ? ഒരു യഹോവ ഭക്തന് യോജിച്ചതാണോ എന്നൊക്കെ ചോദിക്കും. ഞാൻ അതിന് മറുപടിയായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പ്രമാണമുള്ളപ്പോൾ അത് ലംഘിക്കുന്നതാണ് പാപം. ദൈവം തൻ്റെ ചില പ്രത്യേക പദ്ധതികൾ വെളിപ്പെടുത്തുവാനായി ചില കാര്യങ്ങൾ ദൈവം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് ഹോശേയ പ്രവചന പുസ്തകം വായിക്കുമ്പോഴും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അതിന് ഏക മറുപടി എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ വിവാഹം കഴിക്കാൻ പോയ പെൺകുട്ടിയെ അതിൻ്റെ മാതാപിതാക്കൾ എന്നെ ഇഷ്ടപ്പെട്ട് എനിക്ക് ഏൽപ്പിച്ച് തന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം ഒരു പാപമല്ല. ഇവിടെ ഒരു പ്രവാചകയുടെ അടുക്കൽ ചെല്ലുന്നത് സർവശക്തനായ ദൈവം
ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. സകലത്തിൻ്റെയും ഉടയവനായ ദൈവം ഹോശയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തതാണ്. ഏൽപ്പിച്ചു കൊടുക്കാതെ ചെയ്യുമ്പോഴാണ് അത് പാപമായി വരുന്നത്. അപ്പൊ ചോദിക്കും, യഹോവ ഇതിനെല്ലാം കൂട്ടു നിൽക്കുമോ എന്ന്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ ഇതിന് വിശുദ്ധമായും അശുദ്ധമായും പ്രഖ്യാപിച്ചത് ദൈവം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ വിശുദ്ധമാണ്. എന്നാൽ മനുഷ്യൻ തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ തോന്നലായി തൻ്റെ ഹിതത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നിയമത്തിന് വിലക്കപ്പെട്ടതായി വരുന്നത്. എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി നിറവേറുവാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ആ പ്രവാചിയുടെ അടുക്കൽ ചെന്ന് അങ്ങനെ ഉണ്ടായ ഇവിടെ പേര് പറയുന്നുണ്ട്, മഹേർ ശാലേൽ ഹാഷ് ബസ് എന്നാണ്. എന്നാൽ 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് കന്യക ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും. ഇത് യെശയ്യാവിൻ്റെ മകനാണ് ഇമ്മാനുവേൽ എന്ന് പറയുന്നവർക്ക് അങ്ങനെ പറയുവാൻ കാരണമായൊരു വാക്യം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലുണ്ട്. അതിങ്ങനെയാണ്, അത് യഹൂദയിലേക്ക് കടന്നു കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും, അതിൻ്റെ വിടർന്ന ചിറക് ഇമ്മാനുവേലെ നിന്റെ ദേശത്തിൻ്റെ വീതിയെ മൂടും. ഇവിടെ ഇമ്മാനുവേലിനോട് പറയുമ്പോൾ ഏതോ ഒരു അധികാരമുള്ള അല്ലെങ്കിൽ രാജപദവി ഇരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ നമ്മതിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധയോടുകൂടി വായിച്ചാൽ, അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ നമ്മളൊന്ന് വായിച്ചാൽ ഒഴുകി വരുന്ന ഒരു നദിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് അത് 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അത് യഹൂദയിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി, ആ നദി കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോണേ, അതിൻ്റെ വിടർന്ന ചിറക്. എന്താണ് നദിക്ക് ചിറക്? എവിടെയാണുള്ളത്? നദിക്ക് ചിറകുണ്ടോ? ഇല്ല എങ്കിൽ അത് ഒരു അലങ്കാര ഭാഷയാണ്. എന്നിട്ട് പറഞ്ഞ് ഇമ്മാനുവേലേ. ഇവിടെ ഇമ്മാനുവേലേ എന്ന് വിളിക്കുന്നത് ഒരു ദൈവം തന്നോട് കൂടെയുള്ള ഒരു വ്യക്തി. ദൈവം തന്നോട് കൂടെ, നമ്മോട് കൂടെ. അതിന് ഞാൻ പറയാൻ കാരണം യെശയ്യാവ് 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഇമ്മാനുവേൽ ആണെങ്കിൽ മോശയോടൊരു കാര്യം പറഞ്ഞിരുന്നു. ആവർത്തനം 18:18, നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ എഴുന്നേൽപ്പിക്കും. അത് യേശുവാണെന്ന് ഉറപ്പാണ്. അപ്പൊ ശ്രദ്ധിക്കണം, നിന്നെ പോലെ എന്ന് പറഞ്ഞൊരു ഉപമിച്ചിരിക്കുന്നത് കൊണ്ട് മോശ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു യേശു എന്നൊരർത്ഥം വരുമോ? ഇല്ല. മോശ ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിൽ നടത്തിക്കൊണ്ട് വന്ന് പിന്നീട് അത് യോശുവയെ ഏൽപ്പിക്കുകയാണ്. അതായത് യേശു പാപത്തിന്റെ അടിമത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ചിട്ട് സ്വർഗാരോഹണം ചെയ്തിട്ട് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചതുപോലെ യോശുവയുടെ പേരിന്റെ അർത്ഥവും യേശുവിൻ്റെ പേരിൻ്റെ അർത്ഥവും ഒന്നായതുകൊണ്ട് രണ്ടും ഒരാളാണെന്ന് അവകാശപ്പെടാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് യോശുവയിലൂടെ എന്ത് ചെയ്തെടുത്തോ അതുപോലെ തന്നെ പിതാവാൻ ദൈവം യേശുവിലൂടെ ചെയ്തെടുത്തു. അതായത് യഹോവ രക്ഷിക്കുന്നു. ഇസ്രായേൽ ജനത്തെ വിടുവിച്ചുകൊണ്ട് പോന്നെങ്കിലും പല ജാതികളുടെയും രാജാക്കന്മാരുടെയും കയ്യിൽ നിന്ന് രക്ഷിച്ച് വിടുവിച്ചു കൊണ്ട് പോകുന്നത് യോശുവയാണ്. അതുപോലെ തന്നെയാണ് യേശു മനുഷ്യനെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് രക്ഷിച്ച് വിടുവിച്ചു കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് ഈ യഹോവ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ താരതമ്യപ്പെടുത്തി പറഞ്ഞു വന്നത് യെശയ്യാ പ്രവചനം 7:14 ഇമ്മാനുവേലിന്റെ കാര്യം പറയുന്നു. ഇവിടെ 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഒരു ഇമ്മാനുവേലിന്റെ കാര്യം പറയുന്നു. പേരുകളുടെ അർത്ഥം നാം ചിന്തിക്കുമ്പോൾ നമുക്കതിൻ്റെ വ്യക്തമായ മറുപടി ലഭിക്കും. ആദ്യമായി യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ അനാദികാലം മുതൽ നിത്യതയിലും, അതായത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യത്തിൽ പറയുന്ന ആ യേശുവിന് പുതിയൊരു നാമം വരുന്നത് വരെ യേശുവിൻ്റെ പേര് വചനമെന്നാണ്, ദൈവവചനം. അത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. അത് ആദിയിലുണ്ടായിരുന്നു.
അത് ദൈവത്തോടു കൂടെയായിരുന്നു, അത് ദൈവമായിരുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. അല്ലാതെ ഹെരാക്ലീറ്റസ് ഇട്ട പേരൊന്നും എൻ്റെ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. ആമേൻ. അത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. കാരണം ഞാൻ എൻ്റെ പല വീഡിയോയിൽ അത് ഉദ്ധരിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ആവർത്തിച്ച് പറയുന്നില്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് പറയുന്ന ലോഗോസ് ഹെരാക്ലീറ്റസ് എന്ന് പറയുന്ന യവനായ പണ്ഡിതൻ പറഞ്ഞ പേരാണ്, വിളിച്ച പേരാണെന്ന് പറയുന്നതോട് ഞാൻ എൻ്റെ വേദവചന പഠനത്തിൽ ഞാൻ അംഗീകരിച്ചു കൊടുക്കത്തില്ല. കാരണം 1 യോഹന്നാൻ 5:7 പറയുന്നത്, there are three that bear the record in heaven, Father, Word and Holy Ghost. അത് മലയാളം ബൈബിളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇംഗ്ലീഷ് വാക്യം ഞാൻ ഉച്ചരിച്ചത്. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നൊരു മൂവരുണ്ട്. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവല്ല, പിതാവ് വചനം പരിശുദ്ധാത്മാവും. ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ പുത്രനായി, പുത്രൻ എന്ന് വെളിപ്പെടുത്തിയ യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുക, സ്വർഗത്തിലായപ്പോൾ പിതാവ് വചനം പരിശുദ്ധാത്മാവ്. അപ്പോൾ യേശുവിൻ്റെ പേര് ദൈവവചനം എന്നായിരിക്കെ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു എന്ന പേരിട്ടു. കാരണം അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ പാപത്തിന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവന് രക്ഷകൻ എന്നർത്ഥം വരുന്ന യേശു എന്ന് പേർ വിളിക്കണം. രക്ഷകൻ എന്ന് പറയാൻ കാരണം മത്തായി 1:23 പറയുമ്പോൾ അവൻ യേശു എന്ന് പേർ വിളിക്കണം എന്ന് പറയുമ്പോൾ, ലൂക്കോസ് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ സ്ഥാനത്തിൻ്റെയും യേശുവിൻ്റെ ആ ബന്ധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രധാനമായി പേരുകൾ 3ആയി തിരിക്കാം. അതായത് പാപികളെ രക്ഷിക്കാൻ പോകുന്നത് കൊണ്ട് രക്ഷകൻ എന്ന പേരും, ഇസ്രായേൽ ജനത്തിന് അവർക്ക് കാത്തിരിക്കുന്ന രാജ്യത്തിൻ്റെ രാജാവായതുകൊണ്ട് ആ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു എന്നുള്ള കാരണത്താൽ അഭിഷിക്തൻ, അതായത് ക്രിസ്തു എന്ന സ്ഥാനവും. ഇനി ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടിയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടിയിരിക്കും, മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നിങ്ങനെ ദൈവജനവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ വ്യക്തമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയാം. സ്വർഗത്തിൽ ദൈവവചനമെന്ന പേരിൽ ദൈവമായിരുന്നവൻ, ദൈവത്തോട് സമത്വമുണ്ടായിരുന്നവൻ, ഫിലിപ്പിയർ 2:6, ദൈവത്തോട് സമത്വമുണ്ടായിരുന്നവൻ ഭൂമിയിലേക്ക് വന്നത് രക്ഷിപ്പാൻ രക്ഷകനായി വന്നതുകൊണ്ട് യേശു എന്ന പേരും, ഇസ്രായേൽ ജനം കാത്തിരുന്ന രാജ്യത്തിൻ്റെ രാജാവായി വരുന്നത് കൊണ്ട് അഭിഷേക്തൻ അഥവാ ക്രിസ്തു എന്ന സ്ഥാനവും. ഇനി ഒന്നും കൂടെ പറയാം, വിശ്വസിക്കുന്ന തൻ്റെ മക്കളുടെ, ദൈവമക്കളുടെ, പുതിയ നിയമ വിശ്വാസികളുടെ മണവാളനായതുകൊണ്ടും അവന് ക്രിസ്തു എന്നുള്ള പേരിൽ, അത് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുമ്പോൾ ക്രിസ്തു എന്ന ഏകപുരുഷന്, യേശു എന്ന ഏകപുരുഷനല്ല, ക്രിസ്തു എന്ന ഏകപുരുഷന്. അപ്പോൾ ചോദിക്കാൻ 2 ഒരിക്കലും ഇത് കേട്ടിട്ട് ഗ്രഹിക്കാൻ കഴിയാത്തൊരു വ്യക്തി പറഞ്ഞു, ഡേവിഡിന് 2 തരം യേശുകളുണ്ടെന്ന്. എല്ലാവർക്കും മനസ്സിലാകില്ലാത്തത് കൊണ്ട് ഞാൻ ആ മറുപടിക്കകത്ത് വലിയ പ്രസക്തി കൊടുത്തില്ല. അപ്പം മടങ്ങി വരട്ടെ. 1, അവൻ രക്ഷിക്കാൻ പോകുന്നുണ്ട്, രക്ഷകൻ. 2, ഇസ്രായേലിൽ രാജാവായി വരാൻ പോകുന്നുണ്ട്, അവൻ ക്രിസ്തു. 3, ദൈവജനത്തുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ ഇമ്മാനുവേൽ, എന്നോടും എന്നേക്കും കൂടെ ഇരിക്കുന്നവൻ. അപ്പോൾ അവൻ്റെ പേരിനല്ല മാറ്റം വന്ന. ഇവിടെ വളരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു പാസ്റ്റർ താൻ ഒരു ഡ്രൈവറായിട്ട് കൊണ്ട് ജോലി ചെയ്യുന്നു കൂട്ടിക്കോ. ഉദാഹരണം, സഭയിൽ വരുമ്പോൾ അദ്ദേഹത്തെ പാസ്റ്ററെ എന്ന് വിളിക്കും, അത് ആണല്ലോ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജോലിയുള്ള ബന്ധത്തിൽ നമ്മൾ ഈ വണ്ടിയുടെ ഡ്രൈവർ എന്ത്, ഈ വണ്ടിയുടെ പാസ്റ്റർ എന്തെന്ന് ചോദിക്കുമോ? ചോദിക്കത്തില്ല. ഈ വണ്ടിയുടെ ഡ്രൈവർ എവിടെ? കാരണം താൻ ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ താൻ ആരാകുന്നു? ഡ്രൈവറുമായി വരുന്നു. താൻ ചെയ്യുന്ന ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ താൻ ആരാകുന്നു? പാസ്റ്റർ ആകുന്നു. അപ്പോൾ ഈസിയായിട്ട് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ. ഇവിടെ യേശു ചെയ്യുന്ന സേവനത്തോടുള്ള ബന്ധത്തിൽ യേശു രക്ഷകൻ, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ രാജാവ്, എന്നാൽ സകല ജനത്തിനോടുള്ള അവരുടെ ആത്മബന്ധത്തോടു കൂടി വന്നപ്പോൾ അവൻ ഇമ്മാനുവേല, അവൻ ദൈവമാ, അവൻ നമ്മോടുകൂടി എന്നേക്കും ഇരിക്കും. അങ്ങനെ ഒരു പേരൊരിക്കലും വിളിച്ചിട്ടില്ല. യേശുവിനെ ഒരിക്കൽ പോലും എന്തോന്ന് വിളിച്ചിട്ടില്ല? ഇമ്മാനുവേൽ എന്ന് വിളിച്ചിട്ടില്ല. സ്തോത്രം. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പുതിയ നിയമവിശ്വാസിയുടെ മണവാളനാന്ന് കരുതി നമ്മൾ ആരെങ്കിലും മണവാളനെ എനിക്ക് വേണ്ടി മധ്യസ്ഥ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല.
അപ്പോൾ ഓരോ സ്ഥാനവും ഓരോ ബന്ധവും അടിസ്ഥാനത്തിൽ പേര് വന്നു. ഇനി ഇവിടെ മറ്റൊരു വാദം പറയുന്നത് ഇമ്മാനുവൽ യെശയ്യാവിൻ്റെ മകനായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു വാദം എങ്ങനെയാണ്? ഇതൊരു പ്രവാചകയിൽ നിന്ന് ജനിച്ച പുത്രനാണ്. ആ പ്രവാചകി കന്യകയായിരുന്നു. നല്ലൊരു പോയിന്റ്. നമ്മൾ കേട്ടാൽ ഉടനെ നമുക്ക് വിശ്വസിക്കാൻ തോന്നും. പക്ഷേ നമ്മളൊരല്പം യുക്തിയോടുകൂടി ചിന്തിച്ച്, ഞാൻ അങ്ങനെ ഒരു പദം പറയുന്നത് ഖേദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ. യുക്തിയിൽ വാദിക്കേണ്ടതല്ല വിശുദ്ധ വേദപുസ്തകം. എങ്കിലും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ വേണ്ടി ഞാനൊന്ന് പറയാം. ഇവിടെ പറയുന്നത് യെശയ്യാവ് ചെന്ന ആ പ്രവാചകി ഒരു കന്യകയായിരുന്നു. അവരിലൂടെ ആണ് ആര് ജനിക്കുന്നത്? ഇമ്മാനുവേൽ ജനിക്കുന്നത്. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് ഇങ്ങനെ ഈ കന്യകയ്ക്ക് ഒരു മകൻ ജനിക്കാൻ ഒരു പുരുഷൻ അവിടെ ചെല്ലേണ്ടി വന്നോ? ഓക്കെ, പുരുഷൻ ചെല്ലുന്നത് വരെ ആരായിരുന്നു? കന്യകയായിരുന്നു. അപ്പോഴാണ് ഗർഭം ധരിച്ചത്. ഞാൻ അധികം വിശദീകരിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരൊറ്റ ഉദാഹരണം പറയും. കാരണം ഇത് കേൾക്കുന്നവരല്ല, ചിലർ ഭയങ്കര അതിരുവിട്ട ആത്മീയന്മാരുണ്ട്. ക്ഷമിക്കണം കേട്ടോ. കാരണം അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞാൽ അത് കൊള്ളാവോ, ഒരു ഭക്തന് പറയാൻ കൊള്ളാവോ, പബ്ലിക്കിൽ പറയാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരെയും കൂടി ബാനിച്ചുകൊണ്ട്, കാരണം പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ബലഹീന വിശ്വാസികളെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ മാനിക്കണം, അവരെ അംഗീകരിക്കണം. നിനക്ക് ഇറച്ചി തിന്നാൻ ഇഷ്ടമാണോ? നീ തിന്നോ. പക്ഷെ ബലഹീന വിശ്വാസി നിന്റെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ അവരെ ചൊല്ലി നീ തിന്നരുത് എന്ന് പറഞ്ഞ പോലെ, ഞാൻ എൻ്റെ ശരിയായ ആശയവിനിമയം എൻ്റെ ഹൃദയത്തിലുള്ള പദങ്ങളുടെ പ്രകടനത്തിലൂടെ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഒരിക്കലും ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ വന്ന് ചോദിച്ചു, നിങ്ങൾ വെറും വയറ്റിൽ എത്ര ഇഡ്ഡലി കഴിക്കുമെന്ന് ചോദിച്ചു. ഒരാൾ പറഞ്ഞ് ഞാൻ 5 എണ്ണം കഴിക്കും, ഒരാൾ പറഞ്ഞ് ഞാൻ 3 എണ്ണം കഴിക്കും, ഒരാൾ പറഞ്ഞ് ഞാൻ 6 എണ്ണം കഴിക്കും, ഒരു ശാപ്പാട് വീരൻ ഞാൻ പറഞ്ഞു ഞാൻ 15 എണ്ണം കഴിക്കുമെന്ന് പറഞ്ഞു. അവനുള്ള സത്യം പറഞ്ഞു കേട്ടോ. പക്ഷെ ഒരുത്തൻ പറഞ്ഞു ഞാൻ 1 എണ്ണം പോലും കഴിക്കില്ല. അപ്പം അതെന്തോടാ? നിനക്കെന്ന് വിശപ്പില്ലേ? നീ ഭക്ഷണം കഴിക്കില്ലേ? അതുകൊണ്ടല്ല, ഞാൻ ഒരു ഇഡ്ഡലി എടുത്ത് ഒരു കടി കടിച്ച് അതിൻ്റെ ഒരു കഷ്ണം എൻ്റെ വയറ്റിൽ ചെന്നാൽ പിന്നെ വെറും വയറല്ല ടീച്ചറെ. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വന്ന് മനസ്സിലായോ? ഒരു കഷ്ണം ഇഡ്ഡലിയുടെ ഒരു നുറുക്ക്, അതായത് ഒരു കടിക്ക് ഉള്ളത് എൻ്റെ വയറ്റിൽ ചെന്നാൽ പിന്നെ വെറും വയറല്ല. പിന്നെ എത്ര എണ്ണം കഴിച്ചാലും വെറും വയറ്റിലല്ല. മനസ്സിലായല്ലോ? മനസ്സിലായി? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇവിടെ ഈ പ്രവാചകി ഗർഭം ധരിക്കുന്നതിന് മുൻപാണോ അവർ തമ്മിൽ ബന്ധമുണ്ടായത്? അത് ബന്ധമുണ്ടായതിനു ശേഷമാണോ ഗർഭം ധരിച്ചത്? എങ്കിൽ ഞാൻ പറയുന്നത്, യെശയ്യാവ് ചെന്നത് ഒരു പക്ഷേങ്കിൽ ഒരു കന്യകയുടെ അടുക്കലായിരിക്കാം. പക്ഷേ ഗർഭം ധരിച്ചത് കന്യകയല്ല. മനസ്സിലായവർക്കായി സ്തോത്രം. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. അപ്പോൾ ആ വാദഗതിയും ഇവിടെ പൊളിയുകയാണ്. ഇനി നമുക്ക് യഥാർത്ഥമായി ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരാം. ബൈബിളിൽ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞതിൽ ബൈബിളിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ആ 7-ാം അധ്യായത്തിൻ്റെ അത് പുറകോട്ട് മുതൽ വായിച്ചു വന്നാൽ, ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്തം ചെയ്ത ഒരു ദേശമുണ്ട്. അത് അബ്രഹാമിനോട് അങ്ങനെയാണല്ലോ പറഞ്ഞത്, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം അവകാശമായി കൊടുക്കും. നിലവിൽ അവർക്കത് കിട്ടിയിട്ടില്ല. പല സന്ദർഭങ്ങളിലും അവർക്ക് സംശയിക്കത്ത നിലയിൽ ചരിത്ര സംഭവങ്ങൾ കടന്നുപോയി കഴിഞ്ഞു. ഒടുവിൽ ഇങ്ങനെ സംശയിച്ചിരുന്നപ്പോൾ യഹോവ ആഹാബിന് ഉറപ്പ് കൊടുക്കുക, ഞാനത് തരും. നീ വേണം ഒരു അടയാളം ചോദിച്ചോ. 7-ാം അധ്യായം വായിച്ചു നോക്കണേ. നീ ഒരു അടയാളം ചോദിച്ചോ. ആ വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിൻ്റെ 10-ാം വാക്യം മുതൽ വായിക്കാം. യഹോവ പിന്നെയും ആഹാസിനോട്, നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ നീല ഉയരത്തിലോ ഒരു അടയാളം ചോദിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ് ഉടനെ പറയുകയാണ്. 13-ാം വാക്യം. അതിനവൻ പറഞ്ഞത്, ദാവീദ് ഗൃഹമേ കേൾപ്പിൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെയും കൂടെ മുഷിപ്പിക്കുന്നത്. അപ്പൊ ദാവീദ് ഗ്രഹത്തോടായിട്ടാണ് പറയുന്നത്, ഒരു വ്യക്തിയോടല്ല. എന്താ, നിനക്കൊന്നും വിശ്വാസമില്ലേ? നീ പിറുപുറത്ത് അല്ലെങ്കിൽ അവിശ്വാസമായി മനുഷ്യരെ മുഷിപ്പിച്ചു, ഇനി എൻ്റെ ദൈവത്തെയും കൂടി മുഷിപ്പിക്കുകയാണ്. അപ്പോൾ ആഹാസിന് ഉറപ്പുണ്ട്. അതാ പറഞ്ഞത്, എൻ്റെ ദൈവത്തെ ഞാൻ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞു. ഇവിടെ സംശയമുള്ള ദാവീദ് ഗൃഹത്തോട് പറയുക, കേൾപ്പിൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും.
കർത്താവ് തന്നെ തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇവിടെ പ്രിയ സാറിൻ്റെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒറ്റ മറുപടിയുള്ളൂ. ലോകത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനുഷ്യനെ കൊണ്ട് സാധിക്കും. എന്നാൽ ഇത് പറയുന്ന കാലത്ത് മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ലാത്തൊരു കാര്യമാണ് എന്ത്? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുക. വേറെ ഏതടയാളം സൂര്യന് കീഴെ പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ മനുഷ്യനെ കൊണ്ടത് സാധ്യമാകും. എന്നാൽ ഇന്നത്തെ ശാസ്ത്രം പുരോഗമിച്ചിട്ട് അത് പറയാൻ കഴിയും. കന്യകയ്ക്ക് തന്നെ ഗർഭം ധരിക്കാൻ കഴിയും. ഗർഭം ധരിക്കുമ്പോഴും ആരായിരിക്കും? അവർ കന്യക തന്നെയായിരിക്കും. അതല്ലേ യെശയ്യാവ് പ്രവാചകരുടെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ കന്യകയായോ? കന്യകയായിരുന്നപ്പോഴാണ് ഗർഭം ധരിച്ചത്, അതോ യെശയ്യാവ് ചെന്നതിന് ശേഷമാണോ? അപ്പോൾ ഇഡ്ഡലിയുടെ ഒരു കഷണം വയറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ വെറും വയറല്ല ടീച്ചർ. അപ്പോൾ ഇവിടെ ദൈവം പറയാവുന്നതിൽ ഏറ്റവും വലിയ അത്ഭുതം, വേറെ എന്ത് അത്ഭുതം കാണിച്ചാലും ചെയ്യും. കാരണം അതാണല്ലോ മിസ്രൈമിൽ കണ്ടത്. മോശ ചെയ്ത പല സംഭവങ്ങളും മിസ്രൈമിൽ മന്ത്രവാദികളും ചെയ്തു. അപ്പോൾ ഇവിടെ മനുഷ്യന്റെ ദൃഷ്ടിയിൽ, മനുഷ്യന്റെ ശ്രമത്തിൽ, മനുഷ്യന്റെ കണ്ടുപിടുത്തത്തിൽ ഒരിക്കലും സാധിക്കില്ലാത്തൊരു കാര്യമാണ് അടയാളമായി പറഞ്ഞത്. നമ്മളൊക്കെ ചിലപ്പോൾ പറയാറില്ലേ, കാക്ക മലർന്ന് പറന്നാലും അത് സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ? പച്ചവെള്ളത്തിന് തീ പിടിച്ചാലും അത് സംഭവിക്കത്തില്ല. ഈ പദപ്രയോഗത്തിൻ്റെയൊക്കെ അർത്ഥം അസാധ്യമായ കാര്യങ്ങളെ താരതമ്യം ഉപമിപ്പിച്ചു കൊണ്ടാണ് ആ വിഷയത്തിൻ്റെ ഉറപ്പ് പ്രഖ്യാപിക്കുന്നത് പോലെ ഇവിടെ ദൈവം തൻ്റെ ജനത്തിനൊരു ഉറപ്പ് കൊടുക്കുക. ലോകത്തിൽ എത്ര ഉന്നതന്മാർ നോക്കിയാലും നടക്കില്ലാത്ത കാര്യം ഏത്? അന്നത്തെ കാലം കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അതൊരു അടയാളമാണ്. ആ അടയാളത്തിൻ്റെ പിന്നിലെ കാരണം ഈ ജനിക്കാൻ പോകുന്ന ശിശുവിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് മനുഷ്യന് യാതൊരു ബന്ധവുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഒരു വാക്ക് ഞാൻ പുറകോട്ടിറങ്ങി പറയട്ടെ. ആ ജനിക്കുന്ന ശിശുവിൻ്റെ ആഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവന് തൈരും തേനും ഒക്കെ ഭക്ഷിക്കും, ഏത് നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയുന്ന കാലം വരെ. യേശു അങ്ങനെ ഭക്ഷിച്ചോ ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഭക്ഷിച്ചില്ലെന്ന് പറയുന്നില്ലല്ലോ. യോഹന്നാൻ തൻ്റെ സുവിശേഷം എന്താ പറയുന്നത്? യേശു ചെയ്ത അനേക പ്രവൃത്തികളുണ്ട്. എല്ലാം കൂടി വിവരിക്കാൻ പോയ പുസ്തകം ലോകത്തിൽ ഒതുങ്ങിയില്ല. അപ്പം യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള സകല കാര്യങ്ങളും എഴുതിയിരിക്കുന്നതല്ല വിശുദ്ധ വേദപുസ്തകം. മറിച്ച് മനുഷ്യന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതുമായ കാര്യങ്ങൾ മാത്രം കുറിക്കൊണ്ടതിനാൽ ബൈബിൾ നമുക്ക് ഇത്രയും വലിപ്പത്തിൽ കിട്ടി. ഇല്ലായെങ്കിൽ അങ്ങ് യോഹന്നാൻ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഈ ഭൂമിയിൽ തന്നെ ഒതുങ്ങില്ലാത്ത രീതിയിലുള്ളൊരു പുസ്തകമാണ് എന്നാണ് യോഹന്നാൻ അതിൻ്റെ അതിശയോക്തി പറഞ്ഞത്. അപ്പോൾ ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ യേശുവിൻ്റെ ജനനത്തിങ്കൽ മനുഷ്യന് ഒരു പങ്കും ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. കത്തോലിക്ക സഹോദരങ്ങൾ കേട്ട് വിഷമിക്കല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞത് അവർക്ക് ഒത്തിരി വേദനയായി പോയെന്ന് ചിലരൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു. യേശുവിനെ കുറിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞങ്ങൾക്ക് വിഷയമില്ല, കാരണം അത് പള്ളിക്ക് പുറത്താണ്, ഞങ്ങളുടെ പള്ളിക്ക് അകത്തിരിക്കുന്ന ആളുമായിട്ട് ഒന്നും വിഷമിപ്പിച്ച് പറയില്ല എന്നൊക്കെ പറഞ്ഞ് ഇനി എന്നെ അവർ പരിഹസിച്ച് പറഞ്ഞതാണോ അതോ കോമഡി അടിച്ചതാണോ അതോ വേദനയിൽ പറഞ്ഞതാണോ ഇതൊന്നും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞെങ്ങനെയാണ്, യേശുവിനെ കുറിച്ച് എന്ത് വല്ലം പറഞ്ഞോ അത് പള്ളിക്ക് പുറത്താണ്, ഞങ്ങളുടെ പള്ളിക്ക് അകത്തുള്ള ആളെ ഒന്നും വിഷമിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. മറിയുടെ മുലപ്പാൽ കുടിച്ചോ ഇല്ലയോ ഇതൊക്കെ ഒരു തർക്കമാണ്. ഞാൻ പറയുന്നു കുടിച്ചാൽ എന്താ, കുടിച്ചില്ല എന്താ, ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രതിഭാസമല്ലേ. അങ്ങനെയാണെങ്കിൽ യേശുവിന് ഇവിടെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? യേശുവിന് ഉറങ്ങേണ്ട ആവശ്യമുണ്ടോ? ചിലപ്പോൾ മുലപ്പാൽ കുടിച്ച് കാണും, എന്തോ കുഴപ്പം? ഇനി മറിയുമായിട്ട് പൊക്കിൾക്കൊടി ബന്ധമില്ലേ? ഉണ്ടായിരിക്കും, എന്താ കുഴപ്പം? ദൈവം വെച്ച സിദ്ധാന്തമാണ്. പക്ഷെ അവൻ്റെ ജനനം എങ്ങനെയാണെന്നുള്ളതാണ്. ജനനത്തിൽ ആർക്കാണ്, ഏത് മനുഷ്യനാണ് പങ്ക്? ഉരുവായതിനു ശേഷമാണ് ഈ പൊക്കിൾക്കൊടി ബന്ധവും ഈ മുലപ്പാൽ ബന്ധമൊക്കെ വന്നേ. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ ഒന്ന് ആശയം മനസ്സിലായോ? ജനിച്ചതിന് ശേഷം അവിടെ പോയി യേശു പലതും ഭക്ഷിച്ചിട്ടുണ്ട്, പലരെയും തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്, പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പല പല കാര്യങ്ങളും മനുഷ്യനുമായിട്ടുള്ള സമ്പർക്കത്തിൽ ചെയ്തിട്ടുണ്ട്. അത് യേശു ജനിച്ചതിന് ശേഷമാണ്. ഇനി ചോദിച്ച ചോദ്യത്തിൻ്റെ ഉപസംഹാരത്തിലേക്ക് വരട്ടെ. കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞതിൽ രണ്ട് കാര്യം. നിങ്ങൾക്കൊരു രാജ്യം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ഞാനൊരു രാജാവിന് തരാൻ പോവുകയാണ്.
അവൻ രാജാവാകണമെങ്കിൽ രാജ്യം വേണമല്ലോ. അപ്പോൾ ആ രാജാവ് വരുന്നത് കൊണ്ട് നിങ്ങളുടെ രാജ്യം ഉറപ്പ്. ഒന്നത് ഉറപ്പിക്കുക. രണ്ട്, ഈ ജനിക്കുന്നവന് മനുഷ്യനുമായിട്ട് മനുഷ്യ ബീജവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് കാണിക്കാൻ. മൂന്ന്, അതിൻ്റെ ഉറപ്പ്. മാനുഷിക ദൃഷ്ടിയിൽ അസാധ്യമായൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് അടയാളം തരുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു, അതിൻ്റെ അടയാളമോ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അപ്പോൾ പ്രിയ സഹോദരൻ പറഞ്ഞിരിക്കുന്നത്, ഇതിന് പ്രതികരിച്ചാൽ അടുത്ത ചോദ്യം വരുമെന്നാണ്. ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കട്ടെ, ദൈവം എന്നെ പഠിപ്പിച്ചാൽ, എനിക്ക് വെളിപ്പെടുത്തി തന്നാൽ ഞാൻ പറയും. ഇല്ല എങ്കിൽ പറയും, സാറേ എനിക്കറിയില്ല എന്ന് തന്നെ പറയും. ഞാൻ വലിയ പണ്ഡിതനായിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത്. ഇത് എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ച വിഷയങ്ങളാണ്. താങ്കൾ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് മറുപടി തരണമെന്നുള്ള ദൈവത്തിൻ്റെ ഇഷ്ടവും അത് എന്നിലൂടെ തരണമെന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ നിശ്ചയമായും തന്നിരിക്കും. ഇല്ല എങ്കിൽ ഐ ആം വെരി സോറി, ഞാൻ പണ്ഡിതനൊന്നുമല്ല. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മറുപടി തരുവാൻ ചിലരൊക്കെ ഇങ്ങനെ പണ്ഡിതൻ എന്നൊക്കെ കുറിച്ച് കളിയാക്കുന്നു. അവർക്ക് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയില്ലാത്തതുകൊണ്ട് അവരങ്ങനെ പറയുന്നത്. സോറി, പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ചില ക്വാളിറ്റീസ് ഉണ്ട്, ഒരളവുണ്ട്. ആ അളവിലെത്തിയാലേ പണ്ഡിതനാകത്തുള്ളൂ. ഇത് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു. ജ്ഞാനികൾക്ക് മറച്ചു വെച്ചിട്ട്, പണ്ഡിതന്മാർക്ക് മറച്ചു വെച്ചിട്ട് ആർക്ക് കൊടുക്കുന്നു? ശിശുക്കൾക്കും. ഒന്നും കൂടി പറയാ, അജ്ഞാനികൾക്ക് ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അത്രേ ഉള്ളൂ സഹോദര. അതുകൊണ്ട് താങ്കളുടെ ചോദ്യം നല്ല ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ, ദൈവത്തിന് പ്രസാദമാണെങ്കിൽ, അത് എന്നിലൂടെ തരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ ദൈവം എന്നെ പഠിപ്പിക്കും, ഗ്രഹിപ്പിക്കും. നമുക്ക് നിശ്ചയമായിട്ടും പങ്കുവയ്ക്കാം. എൻ്റെ ശ്രോതാക്കളുടെ എല്ലാ കമൻറ്റുകളെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പറഞ്ഞ കല്ലേറുകളെയും പൂമാലയെയും ഞാൻ ഒരേപോലെ സ്വീകരിക്കുന്നു. വീണ്ടും വരട്ടെ കമൻറ്റുകൾ. അനേകരുടെ അറിവിലേക്ക്, പലരുടെയും പഠനത്തിന് ഇത് കാരണമായി തീരാൻ നിങ്ങളിത് ഷെയർ ചെയ്താൽ അനേകർ ഈ നാളുകളിൽ സത്യവചനം ഗ്രഹിപ്പാനും യഥാർത്ഥത്തിൽ യേശു ആരാണ്, മറിയ എന്നൊക്കെ ഗ്രഹിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇതൊന്ന് ഷെയർ ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. വീണ്ടും നമുക്ക് കൂടി കാണാം അടുത്ത ചിന്തയുമായി. അതുവരെ സ്വർഗീയ സമാധാനം കൊണ്ട് ദൈവം നമ്മെ കാത്തു പരിപാലിക്കട്ടെ. വിശേഷാൽ പ്രകൃതി വളരെ ശോഭമായിരിക്കുന്ന ഈ കാലാവസ്ഥയിൽ എല്ലാ ജനവും, നമ്മുടെ കേരളവും ഇന്ത്യ മുഴുവനുമായി വളരെ സുരക്ഷിതമായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.